നിയമസഭയിൽ പ്രതിപക്ഷത്തെ ഇരുത്തിപ്പറിച്ചു പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീറിന്റെ തകർപ്പൻ മാസ് പ്രകടനം. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ സാക്ഷി നിർത്തി മുൻ LDF സർക്കാരിന്റെ വികസന വീഴ്ചകൾ ഒന്നൊന്നായി ബഷീർ സഭയിൽ അക്കമിട്ട് നിരത്തി. പണി കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡില്ലാത്തതുകൊണ്ട് മാത്രം മുൻ സർക്കാരിന്റെ കാലത്തെ 24 പാലങ്ങൾ 8 വർഷമായി വെറുതെ കിടക്കുകയാണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി തുറന്നടിച്ചത്. പദ്ധതികൾ വൈകുന്നതിനെതിരെ സഭയിൽ ബഹളം വെച്ച പ്രതിപക്ഷത്തോട് കാര്യമറിയാതെ കാടടച്ച് വെടിവെക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ തകർപ്പൻ മറുപടി. 1974 പഴയ PWD മാനുവൽ ഈ AI യുഗത്തിന് പറ്റിയതല്ലെന്നും അത് പൂർണ്ണമായി പൊളിച്ചെഴുതുമെന്നും ബഷീർ പ്രഖ്യാപിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ബിഡ് കപ്പാസിറ്റി നോക്കാതെ മുൻപ് വാരിക്കോരി വർക്കുകൾ നൽകിയതാണ് പണികൾ വൈകാൻ കാരണമെന്നും വീഴ്ച വരുത്തിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. മുൻ മന്ത്രി G. സുധാകരൻ നല്ലൊരു മന്ത്രിയായിരുന്നുവെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹം സത്യം പറയുമെന്നും ബഷീർ പരിഹസിച്ചു. ഫണ്ടിന്റെ പേരിൽ ഒരു വികസനവും മുടങ്ങില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി പ്രതിപക്ഷ നിരയിലേക്ക് നർമ്മത്തിൽ ചാലിച്ച രാഷ്ട്രീയ അമ്പുകൾ എയ്തുവിട്ടാണ് സഭയെ കയ്യിലെടുത്തത്. അതൊന്ന് കാണാം. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പറയാം. നമുക്കതിനു മുമ്പ് ഞാനത് പറയാം. മൊത്തത്തിൽ നമുക്കൊരു ചെറിയ ഒരു സമയക്ലിപ്തതയുണ്ട്. കഴിയുന്നത്ര അതിനകത്ത് നിന്നിട്ട് മറുപടി പറയാം. സാർ, ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഒരു മറുപടി പറയുന്നത്. എനിക്കായിട്ട് അധികം തിരിച്ച് കാരണം ഒക്കെ നമ്മളെ സുഹൃത്തുക്കളല്ലേ. സാർ, പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും സാർ വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെന്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പം എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നത് ഇപ്പോൾ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷൻ പോയാൽ ഒരു പാലത്തിന് ഒരു അക്വിസേഷൻ പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെന്റ് കാലത്തും കുറെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് മാറ്റം വരണ്ടേ? മാറ്റത്തിനുള്ള ഞങ്ങൾ ഇരിച്ചത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാൽ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാവരും നാട്ടുകാർ സൗജന്യമായി സ്ഥലം റോഡ് വീതി കിട്ടിയത്, പാലത്തിന് അപ്രോച്ച് റോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ കേസം കിട്ടിയത്. ബഹുമാന്റെ സജിങ്ങനെ പറയണ്ട, ബഷീർ കിട്ടിയത് അങ്ങനെയാണ്. അപ്പം നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിൽ വികസനം വേണം. ഇനി കുറെ ആണ്ട് കൊടുത്തോണ്ട് നാട്ടുകാർ വോട്ടിയെന്ന് വിചാരിച്ച് നിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ തോറ്റ് 102 ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊക്കെ 5 കോടി, ഇങ്ങൾക്കൊക്കെ 20-25 കോടി. ബഹുമാനോടെ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആ 20% നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ നന്നാക്കാനാ, ഞങ്ങൾ ഇഷ്ടമാനോ അതുണ്ടായത്. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ 62 മണ്ഡലങ്ങൾ ഇപ്പം ഞങ്ങൾ ജയിച്ചു വന്നു. അതിനെ കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമോ. ഇപ്പൊ ഇങ്ങൾക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടി? 6 കോടി. അപ്പൊ ആ ഒരു വിവേചനം ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല. എല്ലാവരും പരിഗണിക്കും. നിങ്ങൾ പറയും പ്രപ്പോസൽ തരും. പിന്നെ ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്, ബൈപ്പാസ്, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി സ്റ്റഡി നടത്തും. MLA നിർദ്ദേശം തരും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് 3 മാസം കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി എവിടെയൊക്കെ വേണം തീരുമാനം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത്ര പാലം ഞാൻ പറയണം. ഒക്കെ പറയാം. ഇപ്പൊ തന്നെ ആക്കട്ടെ, ഒന്ന് പറയട്ടെ കേട്ടോ. പിന്നെ സാർ, നമ്മുടെ PWD മാൻ 974 ഉണ്ടാക്കിയ മാനുണ്ട്. 2012 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ഇബ്രാഹിം സാഹിബ് അപ്പം ചെറിയൊരു പരിഷ്കാരം. സാർ, അത് ഫുൾ PWD മാനുവൽ ഫുള്ളായിട്ട് പൊടിച്ചെഴുതി പുതിയൊരു PWD മാനുവൽ ഉണ്ടാവും. ഇവിടെ പലരും സൂചിച്ചു ഇല്ലെങ്കിൽ ഒരു വർക്കും നടക്കില്ല. നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിൽ മാറി. എല്ലാവരും പറയുന്നത് AI ഗോവിന്ദമാഷന്റെ പറഞ്ഞില്ലേ, AI കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പറഞ്ഞത് അറിയില്ലേ. അപ്പൊ അതേമാതിരി നമ്മൾ അതിന്റെ അനുസരിച്ച് ഒരു മാറ്റം, ആ മാനുവൽ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കഴിയും. പിന്നെ പ്രൊജക്ട് സമയബന്ധിതമായി നമുക്ക് നടക്കണം. അപ്പൊ നമ്മൾ ആ പ്രൊജക്ട് നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് അത് ആദ്യമായി PWD നടപ്പാക്കുക. ഏതൊരു പദ്ധതിക്കും അതിന് പെട്ടെന്ന് നടപ്പിലാക്കി അതിന്റെ റിസൾട്ട് വരാനുള്ള ഒരു സംവിധാനം പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവും. പിന്നെ സാർ, ഈ വികസനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഭൂമി ഏറ്റെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം, അതിന്റെ നൂലാമാലകൾ ഒന്ന് കുറച്ചു കൊണ്ടുവന്ന് എങ്ങനെയാണ് അത് നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കണം. എല്ലാ പദ്ധതികളും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 50 കോടിയുടെ പ്രൊജക്ട് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 150-200 കോടി രൂപയാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാണ്. അപ്പൊ എല്ലാവരും സഹകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അക്വിസേഷന് ചില സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും. കുറച്ചൊക്കെ ഇപ്പോൾ കാലം മാറി. അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് വരുമ്പോൾ അവർക്ക് സ്ഥലത്തിന് വില കൂടും, അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു ഇച്ഛാശക്തി ജനപ്രതിനിധികൾക്ക് ഉണ്ടാവണം, MLA ഉണ്ടാവണം, മന്ത്രിമാർക്ക് ഉണ്ടാവണം, എനിക്കും ഉണ്ടാവണം. അതിനാർക്കുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ അതേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട നാട്ടുകമ്പിൽ ഗീതാഗോപി പറഞ്ഞു, പിന്നെ അവരെ വർക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അത് ക്യാൻസൽ ചെയ്യാനും പോയിട്ടില്ല, ആരും നിർത്തിവെക്കാനും പറഞ്ഞിട്ടില്ല.
അത് എങ്ങനെ ഒരു ടെൻഡർ കഴിഞ്ഞാൽ അത് ആ ടെൻഡർ ഓപ്പൺ ചെയ്യാൻ സമയമുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആരാണ് ആവശ്യപ്പെട്ട് നോക്കിയിട്ട് പിന്നെ എഗ്രിമെന്റ് സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് എഗ്രിമെന്റ് ആക്കാൻ സമയമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ കാടടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിന്റെ പറഞ്ഞു നിങ്ങളിപ്പം ഞങ്ങൾ അവിടെയാണ്, നിങ്ങൾ എവിടെയാണ് ഇപ്പൊ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് നിങ്ങളോട് വളരെ ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പം അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ സാർ ഇവിടെ പറഞ്ഞു ഉല്ലാസ് ബഹുമാനപ്പെട്ട കുന്നത്തിന് സൂചിപ്പിച്ചു കുയി, അത് നിങ്ങൾ പറയണ്ട, മഴക്കാലായ കുയി റോട്ടിലുണ്ടാവും കേരള. അത് അപ്പോൾ നമുക്കതൊക്കെ റണ്ണിങ് കോൺട്രാക്ടറും മറ്റും കൊടുത്തിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നന്നാക്കാം. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ അമേരിക്ക പ്രശ്നങ്ങളുണ്ടായപ്പോൾ ടാറിനൊക്കെ മെറ്റീരിയൽസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അത് ഒരു സത്യമാണ്. നമ്മൾ വന്നിട്ട് ഒരു മാസം 5-6 ദിവസമായിട്ടുള്ളൂ. ഏതായാലും എല്ലാവരോടും പറയാം, ബിറ്റുമെൻ്റെ ഡിഫറൻസ് വിലയിലുള്ള മാറ്റം അതിന് അന്തരം കരാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഒക്കെ പരിഹരിക്കും. അതിന് ടൈം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രശ്നം തീരുമല്ലോ. പിന്നെ ഈ മഴക്കാലത്ത് 6 മണി നടക്കില്ല, ചെറിയ പാറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായത്. പിന്നെ ജി സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ഡീഗറെ കുറിച്ച് പറഞ്ഞു, ഡീഗർ അദ്ദേഹത്തെ പറഞ്ഞു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എല്ലാ സത്യം പറയും. കപട കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പറയുന്ന അതാണ് അതിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് നല്ല വിവരം, നല്ല ശക്തി, നല്ലതുണ്ട്, നല്ല മന്ത്രി ആയിരുന്നല്ലോ. അദ്ദേഹത്തോട് നല്ല നിൽക്കണം. സജി ചെറിയ അദ്ദേഹത്തിന്റെ ഏറ്റവും സ്വന്തം ആളായിരുന്നല്ലോ. പിന്നെ തെറ്റിയതല്ലേ, അല്ല നമ്മളല്ലോ, ഞാൻ മാത്രമേ തെറ്റാതെ തന്നെ നടന്നിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്ത് PWD വകുപ്പിൽ ഒരുപാട് വർക്ക്, നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ആവശ്യമായ ഫണ്ട് PWD ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിന്റെ 2ാമത്തെ ആൾട്രേഷൻ മെമ്മോറിയൽ തന്നെ PWDക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ വെച്ചതിനേക്കാളും 278 കോടി രൂപ ഇപ്രാവശ്യം അധികം തന്നിട്ടുണ്ട്. ആവശ്യമായ ഫണ്ടുകൾ ഒക്കെ തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫണ്ടില്ലാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നിൽക്കില്ല. അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോകാം. പിന്നെ ചില പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ പല സ്ഥലങ്ങളിലും വികസനം 2 രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചില സ്ഥലത്ത് നന്നായി വികസനം, ചില സ്ഥലത്ത് തീരെ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്തുള്ളൂ. അതുകൊണ്ട് ഈ മലപ്പുറത്ത് എല്ലായിട്ടും സിറ്റി റോഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മലപ്പുറത്ത് ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെന്റിന് ഉള്ള ഒരു നടപടി ഉണ്ടാവും. മലപ്പുറം ടൗൺ മനോഹരമാക്കാനുള്ള നടപടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ഒരു റവന്യൂ ടവറില്ല, ബഹുമാനപ്പെട്ട റവന്യൂ സംബന്ധിച്ചു 65 കോടിയുടെ ഒരു പദ്ധതി ഉണ്ട്. ആ റവന്യൂ ടവർ നബാർഡിന്റെ ഒക്കെ സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ രാഷ്ട്രീയം പറഞ്ഞു. പിന്നെ അതിനിടെ നമ്മുടെ വിനോദ് മെമ്പർ സൂചിപ്പിച്ചു ഊരാളുകളുടെ പ്രവൃത്തി ഞാൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇന്നലെ ഞാൻ മറുപടിയിൽ ഒക്കെ പറഞ്ഞിട്ട് ഇതിനെന്താ പറ്റിയാൽ ഊരാളുകളുടെ വർക്കിലോട് കൂടാൻ കാരണം ഈ 10% ടെൻഡറിന്റെ ഡിഫറൻസ് ആയി. പക്ഷേ പിന്നെ പറ്റിയത് ബിഡ് കപ്പാസിറ്റി നോക്കാതെ എല്ലാ ടെൻഡറിലും അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തപ്പോൾ ഇവർക്ക് എത്ര വർക്ക് ഉണ്ടെന്ന് അറിയാതെ, അത് പരിശോധിക്കാൻ കഴിയാതെ എല്ലാ വർക്കിലും അവർ പങ്കെടുത്തു. ആ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് വർക്ക് വന്നു. ഇപ്പം പല സ്ഥലത്തും വർക്ക് തുടങ്ങിയിട്ടില്ല. ചില സ്ഥലത്ത് 30% ഉള്ളൂ. ആ തെറ്റായ രീതി ഉണ്ട്. ആ തെറ്റായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നോക്കാതെ നടപടി ഉണ്ടാകും എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട 500 കിലോമീറ്റർ റോഡ് പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഘട്ടഘട്ടമായിട്ട് നമുക്ക് പദ്ധതി നോക്കാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലെന്ന് പറയാം. പിന്നെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു ഒരു 1-2 രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞു ബിന്ദു കൃഷ്ണന്റെ തലയിൽ പായസം കൊണ്ടുണ്ട് അന്വേഷിച്ചു. അത് മാത്രമല്ല, ബഹുമാന മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ വിമാനത്തിൽ കയറാൻ പറ്റാത്തപ്പോൾ അത് അന്വേഷിച്ചിട്ട് ആടെ പേര് നടപടി ഗവൺമെന്റാണത്. പിന്നെ നിങ്ങൾക്ക് മാറി നിങ്ങൾ തിരുത്തുന്നു. നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നത്. നിങ്ങൾ കേട്ടത് നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് വായിച്ചു. ഇതാണ് അല്ല മാറ്റം. മാറ്റം ഞാൻ പറഞ്ഞത് അതൊക്കെ പറയും. കുറച്ചൊക്കെ ജോലി രാഷ്ട്രീയം പറയണ്ടേ. നിങ്ങളിങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ. പിന്നെ നിങ്ങൾ പറയുന്നത് PMC നിങ്ങൾ അതിന് കുട്ടി ഉണ്ടായിക്കണ്ട്. പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പറയണേ ഏർപ്പാടാക്കുന്നത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളല്ലേ ആപ്പാ, നിങ്ങളെ ഒപ്പിട്ടെടുത്ത് ഞങ്ങളെ ഒപ്പിട്ടെടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയണ്ടേ. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിച്ചു. സാർ ഞാൻ അവരെ വിഷമിപ്പിക്കാൻ, സാർ അവരെ മനസ്സും പാകപ്പെടുത്തി ചിരിപ്പിക്കാൻ അത് സംഘർഷം ഉണ്ടായി ചെയ്താൽ സാർ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെന്റ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി വിവേചനവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ വയനാട്ടിലെ സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കും. പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദമാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഈ ഡിമാൻഡ് പാസ്സാക്കി തന്നെ അഭ്യർത്ഥിക്കും.